അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയരെ, അനീഫ കട്ടുപ്പാറ നമ്മുടെ ചിന്താ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റബീഉൽ അവ്വൽ 11 രാത്രി 12-ന് സുബയുടെ സമയത്താണ് നമ്മുടെ പുണ്യ നേതാവ് നമ്മോട് വിട പറഞ്ഞത്. ഈ സമയത്ത് റസൂലിൻ്റെ വേർപാട്, ലോകത്തോടുള്ള വേർപാടിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും ചിന്ത പുണ്യ മദീനയിലേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ. മദീന മസ്ജിദുൻ നബവി, ഇന്നത്തെ മസ്ജിദ് നബവിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിലും ഈത്തപ്പനയുടെ ഓല കൊണ്ടും ഈത്തപ്പനയുടെ തണ്ടുകൊണ്ടും ഉണ്ടാക്കിയ മസ്ജിദ് നബവി പള്ളി, ഒരു കുടിൽ മസ്ജിദുൻ നബവി, നബിയുടെ പള്ളി, ഈത്തപ്പനയുടെ പാത്തി കൊണ്ടുണ്ടാക്കിയ ഒരു മസ്ജിദ് നബവിയുടെ മിമ്പറ നമ്മൾ ഓർക്കണം. ആ മിമ്പറയിലാണ് ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷക്കണക്കിന് പ്രാവശ്യം ജിബ്രീൽ വഹിയുമായിട്ട് വന്നത്. അവിടെയാണ് ലക്ഷക്കണക്കിന് പ്രാവശ്യം ജിബ്രീൽ ചിറകടിച്ച് പറന്നിറങ്ങിയത്, ആ മദീന പള്ളിയിലേക്ക്. അവിടെയാണ് പുണ്യനബിയുടെ വീടും ആയിഷ ബീവിയുടെ വീടും. അവിടെയാണ് പുണ്യനബി നമ്മോട് ഇവിടെ പറഞ്ഞത്. അവിടെയാണ് ആയിഷ ബീവിയുടെ വീട് നിൽക്കുന്ന സ്ഥലത്താണ് ഇന്ന് നാം കാണുന്ന റൗദ, പച്ചക്കുബ്ബ റൗദ ഷരീഫ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പുണ്യനബിയുടെ വേർപാട്, ലോകത്തൊരു മനുഷ്യനെ ബാക്കിയാക്കുകയാണെങ്കിൽ റസൂലിനെ ബാക്കിയാക്കണം. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞത്, വാഹിദി ലക്കാന റസൂലുള്ളാഹി ഫീഹ മുഖല്ലദ. പുണ്യ റസൂലിനെ ബാക്കിയാക്കിയിട്ടില്ല. അപ്പം അമ്പിയാക്കൾ, പുണ്യ റസൂൽ പറഞ്ഞിരുന്നു, അമ്പിയാക്കൾ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെ ഖബറടക്കണം. ആയിഷ ബീവിയുടെ വീട്ടിൽ, മസ്ജിദ് നബിയുടെ ചാരി ആയിഷ ബീവിയുടെ വീട്ടിലാണ് റസൂലിൻ്റെ അന്ത്യം. അവിടെ വെച്ചാണ് സമ്മതത്തോടുകൂടി അസ്രായീൽ റസൂലിൻ്റെ റൂഹിനെ പിടിക്കുന്നത്. അപ്പോൾ റസൂലിൻ്റെ വഫാത്തിനെ കുറിച്ചാണ് ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. പുണ്യനബിക്ക് ശക്തമായ പനിയാണ്, അതിശക്തമായ പനി. ദിനം തോറും പനിയുടെ കാഠിന്യം കൂടി വന്നു. പുണ്യനബിയുടെ തലവേദനയുടെ കാഠിന്യം കൊണ്ട് തലയിൽ കിട്ടിയിരുന്നു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആയിഷ ബീവിയുടെ വീട് തൊട്ടു ഒരു ജനലിൻ്റെ ഇപ്പുറത്ത് മസ്ജിദ് നബവി, നബിയുടെ ഈ തപ്പന കൊണ്ടുള്ള മസ്ജിദ് നബവി, നബിയുടെ പള്ളി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ഈ റബീഉൽ അവ്വൽ 12-ന് സുബഹിയുടെ സ്വഫ് കെട്ടാൻ നേരത്ത് പുണ്യ റസൂല് എണീക്കാൻ കഴിയാതെ, ജമാഅത്തിന് വരാൻ കഴിയാതെ, റസൂല് സങ്കടത്തോടെ ജനലിൻ്റെ, ആയിഷ ബീവിയുടെ റൂമിൻ്റെ ജനലിൻ്റെ കർട്ടൻ നീക്കി നോക്കുന്നു. സങ്കടത്തോടെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കർട്ടൻ നീക്കി നോക്കുമ്പോൾ ഞങ്ങൾ ജമാഅത്തിന് സ്വഫ് നിൽക്കുന്ന രംഗം കണ്ടുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ വട്ടമുഖത്തോട് സ്ഫടികം പോലെ പുണ്യ റസൂൽ പുഞ്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞാൻ കണ്ടു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ നിസ്കാരത്തിൽ തന്നെ ഞങ്ങൾക്ക് ആ ചിന്ത കൊണ്ട് നിസ്കാരം ശ്രദ്ധ കുറയുമോ എന്നുള്ള പേടി. പക്ഷേ അനസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ കൂട്ടിച്ചേർക്കുന്നു, പുണ്യനബിയുടെ അവസാനത്തെ പുഞ്ചിരിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായിട്ട് കർട്ടൻ നീക്കി നോക്കിയത് ഞങ്ങൾ സുബഹിക്ക് നിസ്കാരത്തിന് നിൽക്കുന്ന രംഗമാണ്. പുണ്യനബി റബീഉൽ അവ്വൽ 12-ന് നമ്മോട് വിട പറഞ്ഞ്. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു, 16 വയസ്സുള്ള ചുറുചുറുക്കുള്ള ഉസാമ റളിയല്ലാഹു അൻഹു പുണ്യനബിയെ കാണാൻ വന്നു. ഉസാമ റളിയല്ലാഹു അൻഹു നബിയുടെ ഇഷ്ടത്തോയനാണ്. നബി എപ്പോഴും തോളിൽ കൈവച്ചുകൊണ്ട് സംസാരിക്കുന്ന നബിയുടെ ഒരു സഹാബിയുടെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. പുണ്യനബിയെ കാണാൻ വന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തോ പറയുന്നുണ്ട്, ഉസാമ റളിയല്ലാഹു അൻഹു കേൾക്കാൻ കഴിയുന്നില്ല, ചുണ്ടനങ്ങുന്നുണ്ട്. ഉസാമ റളിയല്ലാഹു അൻഹു തോന്നി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ട് കാങ്ങി കാട്ടി. നബിയുടെ അവസാനത്തെ നിമിഷങ്ങളായിരുന്നു. ആ സമയത്താണ് പൊന്നുമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹു കയറി വരുന്നത്, മരുമകൻ അലി തങ്ങളടുത്ത് നിന്ന്. ഫാത്തിമ ബീവി വന്നു. എപ്പോഴും സ്വന്തം മകൾ വരുമ്പോൾ എണീറ്റ് നിന്നുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കൽ പുണ്യനബിയുടെ പതിവായിരുന്നു. മക്കളെ ഉമ്മ വെക്കൽ നബി മാതൃക കാണിച്ചു തന്നു. ഫാത്തിമ ബീവി കയറി വന്നു. പക്ഷേ നബി തങ്ങൾ കിടന്നിട്ട് എണീക്കാൻ കഴിയുന്നില്ല.
നബി തങ്ങൾ മറുപടി പറയുന്നുണ്ട്, ചുണ്ടനങ്ങുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നില്ല. ഫാത്തിമ ബീവിക്ക് മനസ്സിലായി. ഭാക്കർ ബാബത്ത ഫാത്തിമ ബീബി അലമ്ര സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. നബി തങ്ങളുടെ അവസാനത്തെ നിമിഷങ്ങൾ, അവസാന മണിക്കൂറുകൾ. ഐഷ ബീവി പറയുന്നു, ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവതി. കാരണം അവസാന സമയത്ത് പുണ്യനബിയുടെ ഐഷ ബീവിയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. മാത്രമല്ല ഐഷ ബീവി പറയുന്നു, നബി തങ്ങൾക്ക് അവസാന നിമിഷം സംസാരിക്കാൻ കഴിയാതെ ഒരു അറാക്കിലേക്ക് നോക്കിയ കഥ നമുക്കറിയാം. റബ്ബിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം പറയാൻ റബ്ബിൻ്റെ അടുത്തേക്ക് മുലാഖാത്തിന് പോവുകയാണ്. പുണ്യനബി അറാക്കിലേക്ക് നോക്കിയപ്പോൾ ആയിഷ ബീവി അറാക്ക് എടുത്തുകൊണ്ട് നബിക്ക് മിസ്വാക്ക് ചെയ്യാൻ നിന്നു. പക്ഷേ അറാക്കിൻ്റെ തല ബലമായിരുന്നു. ആയിഷ ബീവി പറഞ്ഞു, ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവതി. അറാക്ക് എൻ്റെ വായിലിട്ട് ചവച്ച് ഞാനത് സോഫ്റ്റാക്കിക്കൊണ്ട് പുണ്യനബിക്ക് അവസാനമായി അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്തു കൊടുത്തു. എൻ്റെ ഉമ്മനീരാണ് പുണ്യനബിയുടെ വായിലായത്. എൻ്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. പുണ്യനബിയുടെ അവസാനത്തെ നിമിഷങ്ങൾ, ഭൂമിയും ആകാശവും സങ്കടപ്പെട്ട നിമിഷങ്ങൾ. പുണ്യനബി വാർദ്ധക്യം പ്രായമായിട്ടില്ല, 63 വയസ്സേ നബിക്കായിട്ടുള്ളൂ. നബി തങ്ങളെ വയറും നെഞ്ചും സവസവ, കുടവയറില്ല, ആരോഗ്യ ദൃഢകാത്തനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തലയിലെ മുടി എണ്ണിയിട്ട് 17 മുടി മാത്രമാണ് നബിയുടെ നിറച്ചത്. ഹദീസിൽ കാണുന്നു, മുടിയുടെ കാര്യം 17 മുടിയാണ് നബി തങ്ങൾക്ക് നിറച്ചത്. ആരോഗ്യ ദൃഢകാത്തനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ്? 63 വയസ്സ് നബിക്ക്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറുകൂട്ടുകാരാണ്, കൊച്ചുകൂട്ടുകാരാണ്. അഥവാ 61 വർഷം നബിയുടെ ഉറ്റ തോയനായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ നബിതങ്ങളുടെ മുഖത്ത് നിന്ന് തുണി മാറ്റിക്കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പൂമുഖ തുമ്മ വെച്ചപ്പോൾ വളരെ ദയനീയമായ രംഗങ്ങളാണ് ചരിത്രത്തിൽ കാണുന്നത്. 63 വയസ്സിൽ 61 വർഷത്തെ ഉറ്റ കൂട്ടുകാരൻ ലോകത്തോട് വിട പറയുന്ന സങ്കടം. നബിയുടെ വഫാത്തിന് ശേഷം ആ മദീന പള്ളിയുടെ, നബിയില്ലാത്ത പള്ളിയിൽ, ആ മിമ്പറിൽ കയറിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയുള്ള സഹാബത്തിനെ അഭിസംബോധന ചെയ്യുന്നു. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുമ്പോൾ എല്ലാവരും ഇരുന്നു. ഒരാൾ ഇരിക്കാതെ വാളും പിടിച്ച് പള്ളിയുടെ ചുറ്റും നടക്കുന്നു. ധീരനായ ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ കർക്കശത്തോടെ ഉമർ ഇരിക്കാൻ പറഞ്ഞു. അതുവരെ അത്രയും ധീര ശബ്ദത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിനെ അഭിസംബോധന ചെയ്തിട്ടില്ല. നബി വേർപ്പെട്ട സങ്കടത്തോടെ മസ്ജിദ് നബിക്ക് ചുറ്റും വാളുമായിട്ട് നടക്കുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിലുണ്ട്. കൊച്ചുകുട്ടിയെപ്പോലെ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഒരു മൂലയിലിരുന്നു. ആ സമയത്ത് യാ അയ്യുഹന്നാസ്, ഖലീഫയായിട്ട് വന്ന തിരഞ്ഞെടുക്കപ്പെട്ട, ഇലക്ഷനിലൂടെ തിരഞ്ഞെടുത്തതല്ല, പുണ്യനെ പോകുമ്പോൾ പുണ്യനബിയുടെ ഒന്നാമത്തെ പ്രതിനിധിയായിട്ട് ഖലീഫയായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ ഇരിക്കുന്ന സഹാബത്തിനെ ഒരു അഭിസംബോധന ചെയ്തിരുന്ന ചരിത്രത്തിൽ രേഖയിലാണത്. അല്ല വഫാത്തായിട്ടില്ല, അല്ല മരിച്ചിട്ടില്ല. മുഹമ്മദ് നബി, നമ്മുടെ നബി നമ്മളെ വിട്ടുപോയി. ഹദീസിൻ്റെ ചരിത്രത്തിൽ കാണാം, സഹാബത്ത് പറയുന്നു, പുണ്യനബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഖബറിങ്ങൾ കൊണ്ടുപോയി വെച്ച് എന്നെ മണ്ണിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് നബി തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്, ഖബറിൻ്റെ വക്കിലായി എന്നെ സ്വല്പനേരം, വായത് സാ, 1 മണിക്കൂറോളം എന്നെ ഖബറിൻ്റെ വക്കിൽ കാത്തിരിക്കണം, മണ്ണിലിറക്കാതെ. കാരണം എനിക്ക് ആകാശത്ത് മലായിക്കത്ത്, റഹ്മത്തിൻ്റെ മലായിക്കത്ത് എനിക്ക് വേണ്ടി മയ്യത്ത് സ്കരിക്കാനുണ്ട്. അതിനുശേഷമേ നിങ്ങൾ എന്നെ ഖബറിലേക്ക് ഇറക്കാവൂ. എന്നിട്ട് നിങ്ങൾ എന്നെ മിന്നാ ഖലഖനാക്കും മണ്ണിട്ട് പൂടിപ്പോരും. എല്ലാം കഴിഞ്ഞ് അനസ് റളിയല്ലാഹു അൻഹു
തിരിച്ചു പോരുമ്പോൾ വീട്ടിൽ കാത്തിരിക്കുന്ന പൂമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസ് റളിയല്ലാഹു അൻഹുവിനോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു നെഞ്ചുപൊട്ടി മറുപടി പറയാൻ അറിയാതെ വിതുമ്പി. ചോദ്യം: അനസേ, എൻ്റെ ഉപ്പാൻ്റെ പൂമേനിയിലേക്ക് ഈ മണ്ണ് വാരിടാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ചോദ്യത്തിന് അനസ് വിതുമ്പിക്കൊണ്ട് ഒന്നും മറുപടി പറയാൻ കഴിയാതെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീഡിയോ നീണ്ടുപോകുന്നുള്ള ഭയത്തിൽ എല്ലാം ചുരുക്കിയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. പുണ്യ റസൂലിൻ്റെ വേർപാട്, പുണ്യ റസൂലിൻ്റെ പവിത്രമായ ജനാസ 3 ദിവസത്തിന് ശേഷമാണ് മറവ് ചെയ്യപ്പെടുന്നത്. ഈ ചരിത്രം നമുക്ക് എത്ര പേർ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്, എത്ര പേർക്കറിയാം? ഫ്രീസറുകളോ സംവിധാനങ്ങളോ ഇല്ലാത്ത കാലത്ത് 3 ദിവസം കഴിഞ്ഞാണ് പുണ്യ റസൂലിൻ്റെ ജനാസ മറവ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ചിന്തയിൽ അത് ഉദിക്കില്ല. ഈ 3 ദിവസം എങ്ങനെ ജനാസ? അത് ഹറമാലി അന്തകുൽ അജ്സാദുൽ അംബിയായി ഔ കമാക്കാൽ. 3 ദിവസത്തോളം പുണ്യനബിയുടെ ജനാസ മറവ് ചെയ്യാതെ. അപ്പോൾ റബീഉൽ അവ്വൽ 12 പുണ്യനബി വന്നതും പുണ്യനബി നമ്മൾ വിട്ടുപോയതും ഈ പ്രഭാതത്തിലാണ്, സുബയുടെ സമയത്താണ്. ലോകം സന്തോഷിക്കേണ്ട ദിവസം, ലോകം സങ്കടപ്പെട്ട സമയം. പുണ്യ റസൂലിൻ്റെ ഇന്ന് നാം കാണുന്ന പച്ചക്കുബ്ബ, ആ കിളിപ്പച്ച കുബ്ബയുള്ള മദീന, ആ മദീനയിലാണ്, അവിടെയായിരുന്നു ജിബ്രീൽ വന്നത്, അവിടെയായിരുന്നു ലക്ഷക്കണക്കിന് വഹയി വന്നത്, അവിടെയായിരുന്നു ആയിഷ ബീവിയുടെ വീട്. ഇന്ന് ചരിത്രത്തിലുണ്ട്, ആയിഷ ബീവിയുടെ വീടാണിന്ന് റൗദ ഷരീഫ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഈ പ്രവാചക പ്രേമം കൊണ്ട്, പ്രവാചകനെ സ്നേഹിച്ചത് കൊണ്ട് നമ്മൾ അലങ്കൃതമാക്കി ആഘോഷമാക്കി നമ്മുടെ പിഞ്ചോമനകളിലെ ആഘോഷങ്ങളും ആവേശങ്ങളും നമുക്ക് നാളെ ഈ ജാതിയിൽ തിരക്കി പായസം വാങ്ങുന്നത് പോലെ അർഷിൻ്റെ അവിടെ, ഹൗദുൽ കൗസറിൻ്റെ അവിടെ, സിറാത്തിൻ്റെ അവിടെ തിരക്കി റസൂലിൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിൻ്റെ കോപ്പ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമുക്ക് നാഥൻ കനിഞ്ഞേകട്ടെ ഈ പ്രവാചക പ്രേമം കൊണ്ട്. ഓക്കെ, ആമീൻ. അസ്സലാമു അലൈക്കും.